പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ പോലീസിന്റെ സഹായം തേടുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം അഥവാ ERSS. രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യമെങ്കിലും ഏതൊരു പൗരനും അടിയന്തര സാഹചര്യങ്ങളിൽ ഈ സഹായം തേടാം. 2019 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നാഷണൽ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം എന്ന സംവിധാനത്തിന് കീഴിൽ അവതരിപ്പിച്ച പദ്ധതിയാണ് ERSS. രാജ്യത്തെ നിലവിലുള്ള എല്ലാ അടിയന്തര സഹായ നമ്പറുകളും 112 എന്ന ഒറ്റ എമർജൻസി ടോൾ ഫ്രീ നമ്പറിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. 112ലേക്ക് പൗരന്മാരിൽ നിന്നും ലഭിക്കുന്ന ഫോൺ കോളുകൾ, ശബ്ദ സന്ദേശങ്ങൾ, SMS-കൾ, ഇമെയിൽ, പാനിക് SOS സന്ദേശങ്ങൾ, വെബ് അപേക്ഷകൾ എന്നിങ്ങനെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ലഭിക്കുന്ന വിവിധ സന്ദേശങ്ങൾ എത്രയും വേഗം സ്വീകരിച്ച് സാധ്യമായ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ERSSന് രൂപം നൽകിയിരിക്കുന്നത്. നിലവിലെ അടിയന്തര സഹായ നമ്പറുകളായ 100, അതായത് പോലീസ് സഹായം തേടുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പർ, ഫയർഫോഴ്സിൻ്റെ സഹായം തേടാനുള്ള ടോൾ ഫ്രീ നമ്പറായ 101, ആംബുലൻസ് സേവനങ്ങൾ തേടുന്നതിനുള്ള 108 എന്നിവ 112 എന്ന അടിയന്തര പ്രതികരണ നമ്പറുമായി സമന്വയിപ്പിക്കുവാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ കേരളത്തിൽ നിലവിൽ ഈ പദ്ധതിയുമായി സമന്വയിപ്പിച്ചിട്ടുള്ള ഏക വകുപ്പ് പോലീസ് ആണ്. ഈ പദ്ധതി സംസ്ഥാനത്തുടനീളം പ്രവർത്തിച്ചു വരുന്നു. ഇതിൻ്റെ സംസ്ഥാനതല കൺട്രോൾ റൂം സ്റ്റേറ്റ് എമർജൻസി റെസ്പോൺസ് സെന്റർ എന്ന പേരിൽ തിരുവനന്തപുരത്തുള്ള പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ജില്ലകളിലെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും കൺട്രോൾ റൂമുകളിൽ ജില്ലാതല ഏകോപന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാ സേവനങ്ങൾ, ആംബുലൻസ് സേവനങ്ങൾ, ദുരന്ത നിവാരണം എന്നീ വകുപ്പുകൾ കൂടി ഇതോടൊപ്പം സമന്വയിപ്പിക്കുന്നതോടെ ഈ പദ്ധതി അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി മാറും. സംസ്ഥാനത്തുടനീളം പൗരന്മാരിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കാനും ആവശ്യമായ അടിയന്തര സഹായം ലഭ്യമാക്കുവാനും സൗകര്യപ്രദമായ രീതിയിലാണ് പ്രസ്തുത കേന്ദ്രത്തിൻ്റെ പ്രവർത്തന ഘടന രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഏതൊരു സഹായ അഭ്യർത്ഥനയും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കേൾക്കുകയും പരമാവധി കാര്യക്ഷമമായ രീതിയിൽ അത്തരം അപേക്ഷകളിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുവാനും ഉതകുന്ന രീതിയിൽ ഡിജിറ്റൽ സജ്ജീകരണങ്ങൾ ഈ സംവിധാനത്തിലുണ്ട്. സംസ്ഥാനതല കൺട്രോൾ റൂമിന് പുറമെ ഓരോ ജില്ലയിലും സംസ്ഥാന കൺട്രോൾ റൂമിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുവാനായി കോർഡിനേഷൻ കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലാ കൺട്രോൾ കേന്ദ്രത്തിൽ നിന്നും അടിയന്തര സഹായത്തിനായി സന്ദേശം ലഭിച്ച സ്ഥലത്തിന് സമീപമുള്ള പോലീസ് വാഹനത്തിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്നു. ഇപ്രകാരം DCCയിൽ നിന്നും സന്ദേശം കൈമാറുന്ന സമയം മുതൽ പ്രസ്തുത ആവശ്യം തീർപ്പാക്കുന്ന സമയം വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും സംസ്ഥാന കൺട്രോൾ റൂമിൻ്റെ നിരീക്ഷണത്തിലായിരിക്കുന്നതാണ്. സന്ദേശമയക്കുന്ന ആൾക്കോ ഇരയ്ക്കോ ത്വരിതവും കാര്യക്ഷമവുമായ സേവനം നൽകി ആവലാതി പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നതുവരെ ആവശ്യമായ പിന്തുണ ഇവിടെ നിന്നും നൽകുന്നു.